ഇപ്പൊ ഞാൻ തന്നെ ഫസ്റ്റ് പറയാം. ഇന്ന് കുറച്ച് ബിറ്റ് ക്ലൗഡി ആയിരുന്നു എൻ്റെ ഇമോഷൻസ് മൊത്തം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഇമോഷൻസ്, നമുക്ക് ഇന്നുണ്ടായ കുറെ ഇമോഷൻസ്, എല്ലാത്തിൽക്കും നമ്മൾ രാവിലെ എണീറ്റിട്ട് കുറെ ഇമോഷൻസ് നമുക്ക് കടന്നു പോയിട്ടുണ്ടാവും. എല്ലാ ഇമോഷൻസും കൂടിയിട്ട് നമ്മളൊരു വെതറിനായിട്ട് കണക്ട് ചെയ്യാണ്. ഇപ്പൊ കുറച്ച് സണ്ണി ആയിരുന്നു, കുറച്ച് വെയിലുണ്ടായിരുന്നു, കുറച്ച് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മാതിരി നമ്മൾ എല്ലാതും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു വെതറിനോട് കണക്ട് ചെയ്തിട്ട് പറയണം. ഒന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. മനസ്സിലായോ? ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വെതറായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുന്നതും എനിക്ക് അത്ര കണ്ട് പിടികിട്ടിയില്ല. ഓക്കെ, ഇപ്പോ ഇന്ന് കുറച്ച് നമുക്ക് കുറച്ച് ഭയങ്കര ഇന്ന് ശരിക്കും ഇവിടെ ബ്രൈറ്റ് ആയിരുന്നു, സണ്ണി ഡേ ആയിരുന്നു. ഓക്കെ ഓക്കെ, അത് മതി. ഓക്കെ, എന്റെ ഒരു ഇമോഷൻ ഇന്ന് വന്നിട്ട് കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. ആക്ച്വലി ഒരു ഒരു ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് ഇൻസ്റ്റലേഷന്റെ ടീം വരേണ്ട ദിവസമായിരുന്നു. ഓക്കെ, അപ്പൊ അവര് വന്നിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ അവരായിട്ട് ഇങ്ങനെ ആമസോൺകാരായിട്ട് കുറെ ടോക്കും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് അവരായിട്ട് കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കേണ്ട വന്നു. അങ്ങനെ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു എന്റെ ഇന്നത്തെ ഒരു ഇത്. അപ്പൊ അത് സണ്ണിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണേന്ന് എനിക്ക് മനസ്സിലായില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇറ്റ്സ് നൈസ്. സണ്ണി ആയിട്ട് കണക്ട് ചെയ്ത് കുറച്ച് ചൂടും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചൂടുള്ള കാലാവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാല്. ഈവനിങ് ആയപ്പോ വീടും വന്നില്ല, അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ ചൂടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് റിയലി നൈസ്. നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. വേറെ ആരെങ്കിലും? എനിക്ക് ഇന്ന് മാം ഒരു സൺഷൈൻ ഒക്കെ രാവിലെ എണീറ്റപ്പോ ഒരു സുഖാണ് തോന്നിയത്. ഇന്നലെയൊക്കെ നല്ല മഴക്കാറും ഒരു മൂടിയായിട്ടുള്ള ദിവസം. ഇന്ന് വേറൊരു ഇതും ഉണ്ടായിരുന്നു, വിംബിളിന്റെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി അസസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ പോണം എന്നുള്ള ഒരു വലിയ മോഹമായിരുന്നു. അപ്പൊ ആകെ കൂടി നല്ലൊരു എനർജറ്റിക് ആയിരുന്നു രാവിലെ തന്നെ. നല്ലൊരു സൺഷൈനും അങ്ങനെ ഒരു വെതർ എനിക്കൊരു പോസിറ്റീവ് ഇതായിട്ടാണ് തോന്നിയത്. There are some comments on the chat box. Okay, ഞാനത് yes. I felt happy morning onwards. Safina told, okay. പിന്നെ അബ്ദുൾ റൌഫ് പറഞ്ഞു മിക്സ്ഡ്. Bit of sunny and bit of cloudy. That's nice. പിന്നെ വേറെ ആരെങ്കിലൊക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കോ? ഇത് വേറെ ആർക്കും ഇമോഷൻസ് ഉണ്ടായിട്ടില്ലേ? താങ്ക് യു വീഡിയോയിൽ വന്നിട്ടുണ്ട്. എനിക്ക് രാവിലെ നല്ല ബ്രൈറ്റ് ആയിരുന്നു, നല്ല എനർജറ്റിക് ആയിരുന്നു. ഈവനിങ് ആയപ്പോ ഞാനിവിടെ ഒമാനിലാണ്, അപ്പോൾ പ്രാവശ്യം വെക്കേഷന് നാട്ടിൽ പോയിട്ടില്ല. നാട്ടിലേക്ക് വിളിച്ചപ്പോ എല്ലാരും കണ്ടപ്പോ ഒരു മൂടിയായി, ക്ലൗഡി ആയി. ഓക്കെ, അങ്ങനെയായിരുന്നു എൻ്റെ ഇത്. ഓക്കെ, ഇനി ആരെങ്കിലും ഒന്നുകൂടെ ഷെയർ ചെയ്യാം? ഓക്കെ, അപ്പോൾ ഇനി വേറെ ആരും ഷെയർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് വിചാരിക്കാം. സോ നമ്മൾ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇമോഷണൽ വെൽബീയിങ് ആസ് വെൽ ആസ് ഫിസിക്കൽ വെൽബീയിങ്. നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ് പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു സാധനമാണ് ഇമോഷണൽ വെൽബീയിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഞാൻ. എത്ര ആൾക്കാർ അവെയറാണ് ഇമോഷണൽ വെൽബീയിങ് കൂടി ഉണ്ട്, അതും കൂടി ഉണ്ടെങ്കിലാണ് നമ്മൾ ഫുള്ളി ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് ആർക്കൊക്കെ അറിയാം? ജസ്റ്റ് യെസ് ഓർ നോ, കൂടുതലൊന്നുമില്ല, ജസ്റ്റ് യെസ് ഓർ നോ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും.
യെസ്. ഓക്കെ, അപ്പോൾ കുറെ ആൾക്കാർ അവെയറാണ് ഇമോഷണൽ വെൽബീയിങ്ങിനെ കുറിച്ചിട്ട്. അതന്നെ ആക്ച്വലി ഭയങ്കര ഒരു നല്ല കാര്യമാണ്. ഓൾറെഡി അവയർനെസ് ഉണ്ട് കുറെ ആൾക്കാർക്ക്, ഇമോഷണൽ വെൽബീയിങ് കൂടി ഉണ്ട് ഫുള്ളി നമ്മൾ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ എന്നൊക്കെ. അപ്പൊ നമ്മൾ ഇമോഷണൽ വെൽബീയിങ് കിടക്കുന്നതിന്റെ മുന്നേ നമുക്ക് അത് ഇമോഷൻസ് എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻസൈഡ് എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമോഷണൽ വെൽബീയിങ് ഇമോഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇപ്പൊ നമുക്കൊരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഫിയർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫിയർ ആണ് നമ്മുടെ ഇമോഷൻ. അങ്ങനെയുള്ള നമ്മുടെ ഇൻസൈഡ് ആയിട്ട് വരുന്ന ഫീലിങ്സ് ആണ് നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ വിത്ത് എന്തെന്ന് പറയണം, നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിയോളജിക്കൽ സിംറ്റം കൂടി ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ലൈക്ക് മെയിൻലി 6 ടൈപ്പ് ഓഫ് ബേസിക് ഇമോഷൻസ് ആണ് നമുക്കുള്ളത്. ഹാപ്പിനെസ്, സാഡ്, ആങ്കർ, ഡിസ്ഗസ്റ്റ്, ഫിയർ ആൻഡ് സർപ്രൈസ്. ഇങ്ങനെ 6 ബേസിക് ഇമോഷൻസ് ആണ് നമുക്കുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ബേസിക് ഇമോഷൻസ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ബാക്കി ഇമോഷൻസ് എല്ലാം വരുന്നത്. സോ നമുക്കിപ്പോ ബേസിക് ആയിട്ട് 6 ഇമോഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഒപ്പം വരുന്ന ഫിസിയോളജിക്കൽ സിംറ്റംസ് എന്തൊക്കെയെന്ന് പറയുന്നത്, ഇപ്പോൾ മസിൽ ടെൻഷൻ, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത്, അതുപോലെ തന്നെ നമുക്ക് വിയർപ്പ് കൂടുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവണത്, ഭയങ്കരമായിട്ട് നമ്മുടെ നാവ് ഡ്രൈ ആവണത്, ഇതൊക്കെ ഒരു ഫിസിയോളജിക്കൽ സിംറ്റംസ് ആണ്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ പലരും ഇമോഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയും ലൈക്ക് ഇന്ന് ഭയങ്കര ദേഷ്യം പിടിച്ച ദിവസമായിരുന്നു, ദേഷ്യം പിടിച്ചപ്പോണ്ടല്ലോ എനിക്ക് കാലൊക്കെ തരിച്ചു വന്നു. അല്ലെങ്കിൽ വിഷമത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയും ഭയങ്കര സങ്കടമായ ഒരു സിറ്റുവേഷനിൽ, അപ്പോൾ എനിക്ക് ഭയങ്കര കാലൊക്കെ കുഴയണ പോലെ തോന്നി. ഇവിടെ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, മസിൽ ടെൻഷൻ അല്ലെങ്കിൽ മസിൽ ഫ്ലോപ്പിനെസ്, അങ്ങനത്തെ ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ അത് കൂടാതെ എന്താ പറയാ ഹാർട്ടൊക്കെ ഇടിച്ച് പുറത്ത് വരുമെന്ന് തോന്നി. അങ്ങനെയൊക്കെ നമ്മൾ ഇമോഷൻസിനെ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യലുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസൈഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനത്തിനെ ഫിസിയോളജിക്കലി കണക്റ്റഡ് ആവുമ്പോഴാണ് അത് ഇമോഷനായിട്ട് മാറുന്നത്. ഈ ഇമോഷൻ അപ്പോൾ ഫിസിയോളജിക്കലി കണക്ട് ആകുമ്പോൾ എപ്പോഴും നമ്മളെ ബ്രെയിനിന് നല്ലൊരു റോൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ കൂടുതലായിട്ട് അതിൽ കടക്കണില്ല, ബട്ട് ഒരു ബേസിക് ആയിട്ട് നമ്മുടെ അമിഗ്ഡാല പറഞ്ഞിട്ട് കുഞ്ഞൊരു പോർഷൻ ഉണ്ട് നമ്മളെ ബ്രെയിനിൽ. ആ ബ്രെയിനാണ് നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതും നമ്മളെ ബോഡിനെ അലേർട്ട് ചെയ്യുന്നതും നമ്മളെ മൈൻഡിനെ അലേർട്ട് ചെയ്യുന്നതും ഒക്കെ ഈ അമിഗ്ഡാല എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ അമിഗ്ഡാലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ അലേർട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് വേഗം എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു അലേർട്ട് എപ്പോഴും അമിഗ്ഡാല നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ മൈൻഡിന് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ വേറൊരു ഇമോഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വി ക്യാൻ മാസ്ക് ഇമോഷൻസ്. നമുക്കിപ്പോ ദേഷ്യം വന്നാലും വിഷമം വന്നാലും അത് സപ്രസ് ചെയ്തിട്ട് വി ക്യാൻ മാസ്ക് ഇറ്റ്. അതാണ് നമ്മുടെ ഇമോഷൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഇപ്പോൾ അമിഗ്ഡാലയാണ് നമ്മളെ ബ്രെയിനിനെ അലേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിനെ കുറിച്ചിട്ട് 1 second. സോറി, ഞാൻ PPT ഷെയർ ചെയ്യാൻ മറന്നു. ഓക്കെ, എല്ലാവർക്കും PPT കാണുന്നുണ്ടല്ലോ അല്ലേ? It's okay, Fida. ഉണ്ട്. ഓക്കെ നമ്മുടെ അമിഗ്ഡാല നമ്മുടെ ബോഡിനെ അലേർട്ട് ചെയ്ത് ഓക്കെ ഇങ്ങനെ ഒരു ഇമോഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പേടി വന്നു, ദേഷ്യം വന്നു, വിഷമം വന്നു, അതൊക്കെ നമ്മളെ ബോഡിനെ അലേർട്ട് ചെയ്തിട്ട് നമുക്ക് ഫിസിയോളജിക്കൽ സിംറ്റംസ് എല്ലാം കാണിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കാമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരണ്ടേ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ബോഡി റീസെറ്റ് സിറ്റുവേഷനിലേക്ക് എത്തണ്ടേ. അപ്പോഴാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്യുന്നത്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള പോർഷൻ ആണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ അതിന് റെസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട്, നല്ല നോളജ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ട്രെസ് കുറയണതിനനുസരിച്ചിട്ട്, ഗുഡ് സ്ലീപ്പ് കിട്ടുന്നതിനനുസരിച്ച്, ഇതിനൊക്കെ ഒരു ഓവറോൾ ആയിട്ടാണ് നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് വളരണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഈ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ഒരു ക്രോണിക് സ്ട്രെസ് എടുക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. അയാൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ഭയങ്കര ഷ്രിങ്ക്ഡ് ആയിരിക്കും, ഭയങ്കര ചെറുതായിരിക്കും. മറിച്ച് സ്ട്രെസ് എല്ലാം കുറച്ചെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് മനസ്സിലാക്കുന്ന അങ്ങനെയൊക്കെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായി വായിക്കുന്നത്, അങ്ങനത്തെ ഒരാൾക്ക് നോളജ് കൊടുക്കണൊക്കെ ഒരാൾക്ക് പ്രിഫ്രണ്ടൽ കോർട്ടെക്സിന് കുറച്ചുകൂടി വലിപ്പമുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ടാണ് പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് വളരണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഷ്രിങ്ക് ആവണോ നല്ലതായി ചേർക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ഇവിടെയാണ് എന്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ നമ്മുടെ ന്യൂറോ സയൻസിൽ പുതിയൊരു ടെർമിനോളജി വന്നിട്ടുണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിന് ഇറ്റ്സെൽഫ് ഒരു കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ കൊടുത്ത കാര്യങ്ങൾ റീവയർ ചെയ്യാനും പിന്നീട് അത് മാനേജ് ചെയ്ത് കൂടുതൽ വളരാനും ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലാസ്റ്റിക് പോലത്തെ ഒരു ലൈക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്നാണ് ബ്രെയിനിനുള്ളത് എന്നാണ് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസിൽ പഠിപ്പിച്ചെടുത്തത്. അപ്പൊ ഈവൻ ദോ ഇതുവരെ ഭയങ്കര സ്ട്രെസ് എടുത്തിട്ടുള്ള ആളാണെങ്കിലും, ഭയങ്കരമായിട്ട് ഇമോഷൻ സപ്രസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും, അയാൾക്കും ഇനി ഒരു ഓപ്ഷൻ ഉണ്ട്, ബിക്കോസ് അവർ ബ്രെയിൻ ഹാവ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അതാണ് ഇതിന്റെ ഒരു ഫിസിയോളജിക്കൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇമോഷനെ കുറിച്ച് ഇത്രയധികം മനസ്സിലാക്കിയ സ്ഥിതിക്ക് വി ക്യാൻ മൂവ് ഓൺ ടു ഇമോഷണൽ വെൽബീയിങ്. അപ്പൊ ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ, ഇമോഷൻസ് നമ്മൾ ഉള്ളിൽ വരുന്ന ഇൻസൈഡ് ആയിട്ടുള്ള സാധനമാണ്. ആ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ അവയർ ആണോ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ഹെൽത്തി വേയിലാണ് അത് മാനേജ് ചെയ്യുന്നത്. ഇതാണ് ഇമോഷണൽ വെൽബീയിങ് എന്ന് പറയുന്നത്. ഈ ഇമോഷൻസിനെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ, അതിന് കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അതിനെക്കുറിച്ച് അവയർ ആണോ, അത് നമ്മൾ ഹെൽത്തി വേയിലാണോ മാനേജ് ചെയ്യുന്നത്. ഈ 4 പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരാൾ ഇമോഷണലി വെൽബീയിങ്ഡ് ആണ് എന്നുള്ളത് പറയാം, അല്ലെങ്കിൽ അയാൾക്കാണ് ഇമോഷണൽ വെൽബീയിങ് ഉണ്ടാവുന്നത് എന്നുള്ളത് പറയാം. അപ്പൊ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഇമോഷണൽ വെൽബീയിങ് ഇതൊക്കെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാരും വിചാരിക്കും ഞാൻ കരയാൻ പാടില്ല, ഞാൻ എപ്പോഴും ചിരിച്ച് സന്തോഷത്തിലിരിക്കണം, അല്ലെങ്കിൽ ലൈക്ക് സ്ട്രെസ് എടുക്കാനേ പാടില്ല, ഓൾവേസ് ഹാപ്പി, അങ്ങനെയൊക്കെയുള്ള ഇതല്ല പറയണത്. ഇറ്റ് ഡസന്റ് മീൻ ലൈക്ക് ദാറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ് വരും, നമുക്ക് കരയാൻ തോന്നും, സങ്കടം വരും, അതൊക്കെ നമ്മൾ ഇമോഷന്റെ ഭാഗമാണല്ലോ. ദേഷ്യം വരും, നമ്മൾ ഒരു ഇമോഷനും ഗുഡോ ബാഡോ അല്ല, എല്ലാ ഇമോഷൻസിനും അതിൻ്റെതായ പേർപ്പസുകൾ ഉണ്ട് ലൈഫിൽ. ബിക്കോസ് ഇപ്പൊ പറയുകയാണെങ്കിൽ തന്നെ നമുക്കൊരു സങ്കടം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമുക്കൊരു ലോസ് ഉണ്ടായി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാം. ഓർ ഇപ്പൊ ഒരു ത്രെറ്റ് വരുമ്പോ നമുക്ക് പേടി വരുന്നില്ല, ഫിയർ വരുന്നില്ല, അപ്പൊ നമ്മളിങ്ങനെ അവിടുന്ന് ഓടും. ഒരാൾ എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കൊടുന്ന് തരുമ്പോൾ നമുക്ക് സർപ്രൈസ് വരുന്നില്ലെങ്കിൽ ആ ഒരു ഇമോഷൻ നമ്മൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ അത് അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും ചെയ്യില്ല, നമുക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാം. അപ്പൊ ഒരു ഇമോഷൻസിനും ഇതില്ല. ഇപ്പൊ ഒരു ആങ്കർ ഉണ്ട്, ഇപ്പൊ എല്ലാവരും പറയണതാണ് തീരെ ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നുള്ളത്. ദേഷ്യം വരുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അത് നമ്മൾ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതിലാണ് ആക്ച്വലി ഉള്ള കാര്യമുള്ളത്. ഇപ്പൊ ദേഷ്യം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം, അവിടെ ഒരു ക്രിറ്റിസിസം ഉണ്ടായി, ഞാൻ അതിനോട് എങ്ങനെ ഇതാക്കണം, റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല ദേഷ്യം വന്നില്ലെങ്കിൽ. പക്ഷെ ദേഷ്യം വന്നിട്ട് എടുത്ത് എന്താ പറയുക സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് അങ്ങനെയുള്ളത് വേണമെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ദേഷ്യവും നമ്മുടെ ഇമോഷൻ ആണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അവിടെ ഇമോഷണൽ വെൽബീയിങ് ഉണ്ടാവുന്നത്. അതിനൊരു ഹെൽത്തി വേയിൽ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന് നമ്മളൊരു ഹെൽത്തി വേയിൽ മാനേജ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇമോഷണൽ വെൽബീയിങ് ഉണ്ടെന്ന് പറയാം. ഇപ്പോ നമ്മുടെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇപ്പൊ നമുക്കൊരു ഇമോഷണൽ വെൽബീയിങ്, നമുക്ക് ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസുകൾ കറക്റ്റ് ആയിട്ട് ഇമോഷൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ട്. പിന്നെ നമുക്ക് ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഓൾസോ നമുക്ക് എങ്ങനെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ റിക്കവർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും.
ഇതൊക്കെയാണ് നമുക്കൊരു ഇമോഷണൽ വെൽബീയിങ് ഉണ്ടെങ്കിൽ ഉള്ള പ്രത്യേകത, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവുന്നത്. സോ വേറെ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണൽ വെൽബീയിങ്ങിന് 3 ലെയേഴ്സ് ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഫൗണ്ടേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ, പിന്നെ അതിന്റെ മേലെ, അങ്ങനെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇമോഷണൽ അവയർനെസ്. നമുക്ക് നമുക്ക് അപ്പോ എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കുട്ടിയുടെ ഇതെടുക്കുന്ന സമയത്ത്, അസസ്മെന്റ് എടുക്കുന്ന സമയത്ത്, തെറാപ്പി എടുക്കുന്ന സമയത്ത് നമ്മൾ അയാളോട് അമ്മ അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞ്, കുട്ടി കുറച്ച് ADHD ഉള്ള കുട്ടിയാണ്. അപ്പോൾ അമ്മ അപ്പുറത്ത് ഇരുന്നിട്ട് പറഞ്ഞ്, ഇന്നലെ ഒരു ഷോപ്പിൽ പോയിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് മാം ഒരു ടോയ്ക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, 2 അടി കൊടുത്തിട്ട് കൊണ്ടുവരേണ്ടി വന്നു, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാം, അത്രയും ബഹളമായിരുന്നു അവിടെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ. അപ്പൊ ആ അമ്മ പറഞ്ഞത് ദേഷ്യം വന്നു, അതുകൊണ്ട് ഞാൻ അടിച്ചു എന്നുള്ളതാണ് ആ അമ്മ പറഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയണതാണ്, വാശി പിടിച്ചാലോ ദേഷ്യം പിടിച്ചാലോ ഒന്നും അതിന് നമ്മൾ അവർക്ക് ബിഹേവിയർ കാണിക്കാന്ന് പറയും. ആ ബിഹേവിയറിന് നമ്മൾ അറ്റൻഷൻ കൊടുക്കരുത്. അതിന് അറ്റൻഷൻ കൊടുക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് പിന്നെയും കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പറഞ്ഞ സിറ്റുവേഷൻ ആയ കാരണമാണ് ഈ ഒരു സിറ്റുവേഷൻ നമ്മളോട് വന്ന് ഷെയർ ചെയ്തത്. അപ്പൊ നമ്മള് ഇങ്ങനെ ചോദിച്ചു, പിന്നെയും നമ്മൾ കുറച്ചേരം സംസാരിച്ചു, വേറെ കുറച്ച് ഇമോഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഇതിന്റെ ശരിക്കുള്ള റൂട്ട് കോസ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് കുറച്ച് ഇമോഷന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് അമ്മ മനസ്സിലാക്കിയത്, ഓക്കെ, ദേഷ്യം കൊണ്ടായിരുന്നില്ല ആക്ച്വലി അടിച്ചത്, വിഷമം കൊണ്ടാണ്. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സമയത്ത് അവിടെ കുട്ടി കിടന്ന് കരഞ്ഞപ്പോ പിന്നെ എല്ലാരും ആളെ ഷോപ്പിലുള്ള നമുക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ, എല്ലാവരുടെയും സൗണ്ട് കിട്ടിയ എല്ലാരും ഇങ്ങനെ ഒന്ന് നോക്കി ഒന്ന് ജഡ്ജ്മെന്റൽ നോട്ടൊക്കെ വന്ന് അങ്ങനെ ഒക്കെ ചെയ്തപ്പോ ആൾക്ക് ഉള്ളില് ബാക്കി എല്ലാ കുട്ടികളും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, വാശി പിടിക്കുമ്പോ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്റെ മോൾക്ക് മാത്രം എന്തുകൊണ്ട് അത് പറഞ്ഞപ്പോ മനസ്സിലായില്ല. ആ ഒരു സാഡ്നെസ് ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു വിഷമമാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിഷമത്തിന് മാസ്ക് സപ്രസ് ചെയ്തിട്ട്, ഇപ്പൊ വിഷമം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കണ്ണീര് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കതിനെ മാസ്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വിഷമത്തിന് അവിടെ സപ്രസ് ചെയ്തിട്ട് ആങ്കർ എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിക്ക് 2 അടിയും കൊടുത്തിട്ട് അത്. അപ്പൊ അടി കൊടുത്തപ്പോ അവൻ ശരിയായോ ഇല്ലേ എന്നുള്ളത് അടുത്ത് നമ്മൾ നോക്കണം. അടി കൊടുത്തപ്പോ അവന്റെ ബിഹേവിയർ കൂടി എന്നല്ലാതെ പിറ്റേ സമയത്ത് തെറാപ്പിക്ക് വന്നപ്പോ പോലെ അവൻ ഭയങ്കരമായിട്ട് ബിഹേവിയർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്റെ ബിഹേവിയർ കൂടി എന്നല്ലാതെ അവിടെ ഒരു ബെനിഫിറ്റും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ആ അമ്മ ഒരു ഇമോഷണലി വെൽബീയിങ് ആയിട്ടുള്ള ഒരാളായിരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ എന്റെ ഉള്ളിൽ തോന്നുന്നത് വിഷമാണ്, ഞാൻ ഈ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറാം, അല്ലെങ്കിൽ കുട്ടീനെ അടുത്ത് ഈ കുട്ടിക്ക് ഒരു ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ആള് വാശി പിടിച്ചത്. അപ്പോ ഈ ടോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ബിറ്റ് എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പൊ എക്സ്പെൻസീവ് ആയപ്പോ ഇത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അവനക്ക് കുറച്ചും കൂടി ഫാൻസി ആയിട്ടുള്ള അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ആ പ്ലേസിൽ നിന്ന് അവനെടുത്ത് മാറ്റി കൊണ്ടുപോയിട്ട് വേറെ എന്തെങ്കിലും കുറച്ച് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ആ ഒരു വാശി അപ്പൊ തീരുമായിരുന്നു. ബട്ട് ആ അമ്മക്ക് അവിടെ ഇമോഷൻസ് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല. സോ നേരെ മറിച്ച് ആ സാഡ്നെസ് ആണെന്ന് മനസ്സിലാക്കി അവനക്ക് ഏതെങ്കിലും ചെറിയൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ അവൻ ആ പ്ലേസിൽ നിന്ന് മാറ്റി വേറെ എവിടേക്കെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിലോ അവന്റെ ആ ഒരു എൻറ്റയർ ഡേ തന്നെ അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ എൻറ്റയർ ഡേയിൽ തന്നെ ബിഹേവിയർ കാണിക്കുന്നത് കുറയുമായിരുന്നു. ഈവൻ ദോ പിറ്റേസ്തിന് പോലും കാണിച്ച ബിഹേവിയറിന് കുറെ ഇതുണ്ടാവുമായിരുന്നു. അപ്പൊ റെസ്പോണ്ട് ചെയ്ത രീതിയിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇപ്പൊ ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ പോലെ നമ്മൾ ആ ഇമോഷൻസ്, വാട്ട് ആം ഐ ഫീലിംഗ്, നമ്മൾ അതിനെ നോട്ടീസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ആ ഇമോഷൻസ് ഇഗ്നോർ ചെയ്യാതെ അത് എന്താന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നു. ഹൗ ഡു ആം ഐ റെസ്പോണ്ട് ടു മൈ ഫീലിങ്സ്, ഞാൻ എങ്ങനെ ആ ഫീലിങ്സിന് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത്. ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതിന് പകരം ഹെൽത്തി ആയിട്ട് ആ ഇമോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ആ ഇമോഷൻ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് കണക്ഷൻ. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇമോഷൻ മനസ്സിലാക്കി,
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമോഷൻ മനസ്സിലാക്കി, അതും കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണ്ടേ എന്നുള്ളത് ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇമ്പൾസീവ് അല്ലാതെ റെസ്പോണ്ട് ചെയ്തു. പിന്നെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ ഗ്രോത്തും കണക്ഷൻസും ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ആ ഒരു നമ്മുടെ ലൈഫിൽ റിലേഷൻഷിപ്സ് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മീനിങ് ഫുൾഫില്ലിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു കുട്ടിയുടെ കേസ് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അമ്മയോട് തോന്നിയിട്ടുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്നെ അടിച്ചു, ആ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉള്ളിൽ എടുക്കും. എന്നെ അടിച്ചില്ല അവിടെ മുന്നേ വെച്ചപ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടിയല്ലേ ഒന്നും നോക്കണ്ടാവില്ല. പക്ഷെ ചെറിയ കുട്ടികളും സിറ്റുവേഷനോട് അവെയറാണ്. നമ്മൾ ചെയ്യുന്ന അവരെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചു, അതും അവർ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ കുട്ടികളല്ലേ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോയിക്കൊണ്ട് ചില കാര്യങ്ങൾ അവരെ മനസ്സിൽ മുറിവ് ഉണ്ടാക്കുന്നുണ്ടാവും. ഭയങ്കര രീതിക്കുള്ള സ്ക്രാച്ചുകൾ നമ്മളിപ്പോൾ കുറെ കേസസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ചില ക്ലയൻസ് വരുന്ന സമയത്ത് പണ്ട് അച്ഛൻ അടിച്ചതോ അമ്മ അടിച്ചതോ ഒക്കെ ആയിരിക്കും പിന്നീട് അവർക്ക് ഭയങ്കര വാശിയായിട്ടും ദേഷ്യമായിട്ടും ആ എമോഷൻ സപ്രസ് ചെയ്തിട്ട് ഉണ്ടായ പ്രശ്നങ്ങളായിരിക്കും കൂടുതലും അഡൽട്ട്ഹുഡിലേക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ഭയങ്കര ചൈൽഡ്ഹുഡ് ട്രോമാസ് അതൊക്കെ നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ട് കുട്ടികൾ ചോക്കെ അത് അവർ മറന്നുപോകും. പക്ഷെ അങ്ങനല്ല, അത് അവരെ മനസ്സിലും മുറിവ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തിങ് മനസ്സിലാക്കുക. ഇതിപ്പോൾ ഒരു ഇങ്ങനെ ഒരു കേസ് പറഞ്ഞ കാരണം ഞാൻ അതിനോട് കണക്ട് ചെയ്യുന്നുള്ളൂ. ബട്ട് എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെ. ഈവൻ ദോ ഹസ്ബൻഡ് വൈഫ്, ഉമ്മ ഉപ്പ, ബ്രദർ സിസ്റ്റർ സിബ്ലിങ്സ് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്കറിയണം നമ്മുടെ ഉള്ളിൽ എന്താ നടക്കണേ എന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കിയാലാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുള്ളൂ. ഓപ്പോസിറ്റുള്ള ആളോട് എങ്ങനെ അയാളെ ഇമോഷൻസ് മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പൊ അതാണ് ഇമോഷണൽ വെൽബീയിങ് തന്നെ. ഇപ്പൊ ഒരു നല്ല ഇമോഷണലി വെൽബീയിങ് ഉള്ള ഒരാള് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് നമുക്ക് വേറൊരു ആക്ടിവിറ്റിക്ക് പോകും. എന്തുകൊണ്ടാണ് ഇമോഷണൽ വെൽബീങ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഇമോഷണൽ വെൽബീയിങ് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ വൈ, എന്തിനാ അത് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ഷെയർ ചെയ്യാനുണ്ടോ? എല്ലാവരും ഇമോഷണലി വെൽബീയിങ്ങിനെ കുറിച്ച് അവെയർ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഷെയർ ചെയ്യാനുണ്ടാവും? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ഫിദ പറഞ്ഞ പോലെ തന്നെ ക്ലയൻസ് കൂടുതലും പറയണത് അവരുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ. അത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ട്രൂ. നമ്മൾ കുട്ടികളാണെന്ന് വിചാരിച്ച് നമ്മൾ അവരുടെ ഇമോഷൻസ് നോക്കാറില്ല. പക്ഷെ അവർക്കും ഇമോഷൻസ് ഉണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാക്കണം. ഈ ഒരു ഇമോഷണൽ വെൽബീയിങ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മളെ ചാറ്റിൽ പറഞ്ഞ പോലെ ഇമോഷൻസ് കോസ് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും പറയാൻ? നമ്മുടെ ലൈഫിൽ പലപ്പോഴും, അതിന്റെ പേര് അബ്ദുൽ എന്നാണ്, ലൈഫില് നല്ല ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇമോഷണൽ വെൽബീയിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. യെസ്, അത് നല്ലൊരു പോയിന്റ് ആണ് ആക്ച്വലി. മാം പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമോഷണൽ വെൽബീയിങ് ആവശ്യമാണ്. യെസ്. അപ്പോ എല്ലാരും പറഞ്ഞ പോലെ ഓക്കെ എന്ന് പറയുന്നതിൽ ഇപ്പൊ സലാത്തല്ലി കട്ട മടങ്ങിയെന്നാലേ വാഷ്റൂമിന്ന് മടങ്ങിയെന്നാല്. ഹലോ ഹലോ യെസ്. ഭാഗ്യം എന്തെങ്കിലും പറയണ്ടോ? നോ. ഓക്കെ, ഓക്കെ. ഇനി ആരെങ്കിലും? ഓക്കെ, ഇപ്പൊ നമ്മളെ ചാറ്റിൽ കുറെ വന്നിട്ടുണ്ട്. ഇപ്പോ ഇമോഷൻസ് കോസ് കോൺസിക്വൻസസ് എന്ന് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇമോഷൻസ് അല്ല ഇതുണ്ടാക്കുന്നത്, കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നത്.
അതിന് റെസ്പോണ്ട് ചെയ്യുന്ന വേസ് ആണ്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് കോൺസിക്വൻസസ് ഉണ്ടാവുന്നത്. വെൻ വി ഹാവ് ഇമോഷണൽ വെൽബീയിങ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ മാനേജ് ചെയ്യണം, നമ്മളതിനെ കുറിച്ചൊക്കെ അവെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, ആ വരുന്ന ഇമോഷൻ. അപ്പോഴാണ് കൂടുതൽ കോൺസിക്വൻസസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതും ഒക്കെ. കോൺസിക്വൻസസ് എല്ലാം ഒഴിവാക്കി അതിന് കറക്റ്റ് ഒരു വേയിൽ പോകാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ ഇമോഷണൽ വെൽബീയിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം പോയിന്റ്, ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അപ്പോൾ നമ്മുടെ ഇമോഷണൽ വെൽബീയിങ് ഉണ്ടെങ്കിലാണ് നമുക്ക് മെൻ്റൽ ഹെൽത്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്കൊരു ഇതുണ്ടെന്ന് വിചാരിക്കുക, ഈവൻ മെൻ്റൽ ഹെൽത്ത് ആയാലും ഫിസിക്കൽ ഹെൽത്ത് ആയാലും നമുക്ക് നല്ലപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് ഇമോഷണൽ വെൽബീയിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ മൈൻഡും ബോഡിയും എപ്പോഴും കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു കേസ് പറയുന്നുണ്ടെങ്കിൽ, ഒരു ക്ലയൻറ്റ് വന്നപ്പോൾ പറഞ്ഞ് ഭയങ്കര പുറം വേദനയാണ് മാം, ഭയങ്കര പുറം വേദന എന്ന് വെച്ചാൽ അതിൻ്റെ മുന്നേ വേറെ ടോക്കണായിട്ടുണ്ട്, പിന്നീട് ഒരു സെഷനിൽ വന്ന സമയത്ത് പറയാം ഭയങ്കര പുറം വേദനയാണ് മാം, ഭയങ്കര ഗ്യാസ് ട്രബിൾ ആണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു, നമ്മൾ കുറച്ച് ടെക്നിക്സ് ഒക്കെ പറഞ്ഞ് കുറച്ച് നമ്മൾ വേറൊരു ഫിസിഷ്യനെ കൂടിയിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് പുറംവേദനക്ക് എന്തെങ്കിലും ഫിസിക്കൽ കോഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ നോക്കാൻ പറ്റുന്നുണ്ട്. അതിൽ റിസൾട്ടൊക്കെ വന്നപ്പോൾ അടിപൊളിയാണ്, ആൾ ഭയങ്കര ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുന്ന ചെറിയ ഗ്യാസ് ട്രബിൾസ് മാത്രം. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ സംസാരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു. അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇയാളെ ലൈഫിൽ ഉണ്ടായ കുറെ ഈവൻറ്റ്സ് വെച്ചിട്ട് ഇയാൾ അതിനൊന്നും കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഒരുപാട് ഇമോഷൻസ്, 1-2 ഇമോഷൻസ് അല്ല, ആക്ച്വലി ഒരുപാട് കാലമായിട്ട്, ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 6 years സംതിങ് ആയിട്ട് ആളെ ഇമോഷൻസ് ഒന്നും കറക്റ്റായിട്ട് വെൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. ആകെപ്പാട് ആൾ മാസ്ക് ചെയ്യുന്നത് ആങ്കർ വെച്ചിട്ടാണ്. എപ്പോൾ നോക്കിയാലും എന്ത് നോക്കിയാലും ദേഷ്യമാണ്. ഇപ്പോൾ മക്കള് വന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ദേഷ്യമാണ് സാർ മാം, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും ഉണ്ടാക്കുന്നതൊക്കെ. ആക്ച്വലി ഇയാൾക്ക് ലൈഫ് ഇവൻറ്റ്സിൽ ഭയങ്കര 2-3 ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യലി കുറച്ച് ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 പീപ്പിൾസ് ആളെ ലൈഫിൽ നിന്ന് ലോസ് ആയിട്ടുണ്ട്. ഈ സമയത്തൊന്നും ആളെ സാഡ്നെസ് കറക്റ്റായിട്ട് അതിനൊരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല, അത് കറക്റ്റായിട്ട് വെൻഡ് ഔട്ട് ചെയ്തില്ല. ഈവൺ ആൾക്ക് വിഷമമുണ്ടെന്ന് ആൾ മനസ്സിലാക്കിയിട്ടില്ല, ആൾ അവെയർ ആയിട്ടില്ല അതിനെ കുറിച്ചിട്ട്. അപ്പം നമ്മളിങ്ങനെ അയാള് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഈ ഇമോഷൻസ് ഒക്കെ സപ്രസ്ഡ് ആയിട്ട് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വെൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കുറേ കാര്യങ്ങൾ. പണ്ട് സപ്രസ് ചെയ്ത് കിടന്നിരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ വെൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഇതെല്ലാം വെൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത സെഷനിൽ വരുമ്പോൾ മൂപ്പര് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങി മാം, അല്ലെങ്കിൽ പുറമേദനൊക്കെ നല്ല കുറവുണ്ട്, നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റി, അങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ അപ്പോൾ എത്രത്തോളം ഇമോഷൻസ് ആളെ സപ്രസ് ചെയ്ത് വെച്ച് അതിനെ മനസ്സിലാക്കിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷൻ ചില സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് അത് അവെയർ ആവണം. അപ്പോൾ ഒരു വിഷമം എനിക്കുണ്ട്, ഞാൻ അതിനെ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണം, ഞാനൊന്ന് കരയെങ്കിലും ചെയ്യണം എന്നുള്ളത് ആളെ മനസ്സിലാക്കിയിട്ട് കരയണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ആൾക്ക് ആ പുറംവേദന അനുഭവിക്കേണ്ട ഒരു ഇത് വന്നിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നേണ്ട ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു കാര്യം ആൾക്ക് കുറെ റിലേഷൻഷിപ്പ് ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു കേട്ടോ, ഈ ദേഷ്യം കാരണമൊക്കെ. അപ്പോൾ അതൊക്കെ ആൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മളെ മൈൻഡും ബോഡിയും എപ്പോഴും കണക്റ്റഡ് ആണ്. ഒരിക്കലും നമ്മളെ ബോഡി തരുന്ന സിഗ്നൽസ് നമ്മൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ചെറിയ കുഞ്ഞു സിഗ്നൽസ് എപ്പോഴും നമ്മളെ ബോഡി നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതൊന്നും അവെയർ ആവാതെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തും. നേരെ മനസ്സിൽ ഇപ്പോഴേ നമ്മളതിന് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാം അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഉറക്കം കുറയുമ്പോൾ ഉറക്കം കുറവ് നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കുകയും ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഓർമ്മയുണ്ടോ, നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് എപ്പോഴും റെസ്റ്റ് ആവശ്യമാണ്.
ഒരു പ്രോപ്പർ റെസ്റ്റ് ആവശ്യം നമ്മള് പ്രിഫ്രണ്ടൽ കോർട്ടക്സിന്. പ്രോപ്പർ റെസ്റ്റ് നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ഷ്രിങ്ക് ചെയ്ത് വരും, കുഞ്ഞതായിട്ട് വരും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ റെസ്റ്റ് ചെയ്യുന്ന സമയം ഉറക്കാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ നമ്മുടെ ഇമോഷൻസിനെ കറക്റ്റ് ആയിട്ട് ബാധിക്കും പുവർ സ്ലീപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഇമോഷൻസ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ ഇത് വരും. ഈവൻ ദോ അത് ഫിസിയോളജിക്കലി പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കും. നമുക്ക് പെയിനുകൾ ഉണ്ടാവുക, നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാം, പിന്നെ നമുക്ക് ഫുഡ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്ത ഇഷ്യൂസ് ഉണ്ടാവാം, അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഏത് സിറ്റുവേഷനിൽ ഏത് ഇമോഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഭയങ്കര ക്രോണിക് സ്ട്രെസ് എടുക്കുന്ന ഒരാളെടുത്ത് ചെന്നിട്ട് ഈവൻ ദോ ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കണ പോലെ ഫീൽ ചെയ്യും. അതൊരിക്കലും അയാൾ അപ്പോഴത്തെ ഒരു ഇമോഷൻ കൊണ്ട് ഉണ്ടാവണതല്ല. ഇത്രയും കാലം ഒരു ഇമോഷൻക്കും റെസ്പോണ്ട് ചെയ്യാത്ത കാരണമാണ് അയാൾ ഒറ്റയടിക്ക് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു പോയത്. അതാണ് മെയിൻ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല്. ഓക്കെ, അപ്പോ പിന്നെ ഹെൽത്ത് റിലേഷൻഷിപ്പിന് ഓഫ് കോഴ്സ് ഇമോഷണൽ വെൽബീയിങ് ആവശ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും നമ്മളെ ഇമോഷൻ നല്ലൊരു ഭാഗമാണ്. അപ്പൊ ഈ ഇമോഷൻ, നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഓപ്പോസിറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഇമോഷൻ എന്താണെന്നുള്ളത്? നമ്മുടെ ഇമോഷൻ നമ്മൾ തന്നെ സപ്രസ് ചെയ്ത് നമ്മൾ തന്നെ കറക്റ്റ് ആയിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യാതെ നമ്മൾ ഓപ്പോസിറ്റുള്ള ആളെടുത്ത് നമ്മൾ മാസ്ക് ചെയ്തിട്ട് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവോ ഇതാണ് ശരിക്കും നമ്മളെ ഇമോഷൻ എന്നുള്ളത്? കാരണം ഇത് ഇൻസൈഡ് ആണ്, വിത്തിൻ അസ് ആണ്, ഉള്ളിലുള്ള സംഭവമാണ്. അത് പുറത്തു നിന്നിട്ട് ഒരാൾക്ക് നോക്കി കാണാൻ പറ്റില്ല. അത് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പോസിറ്റുള്ള ആളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അവര് ഇന്ന ഇമോഷൻ വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇമോഷൻസ് മനസ്സിലാവണ്ടേ? നമ്മളെ ഇമോഷൻ നമുക്ക് മനസ്സിലാവണില്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ അവെയർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആള് ഈ ഒരു ഇമോഷൻ വെച്ചിട്ടാണ് നമ്മളെ അടുത്ത് ഇത് പറയണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു റിലേഷൻഷിപ്പിൽ ക്ലാഷ് വരാനും കോൺഫ്ലിക്റ്റ് വരാനൊക്കെ ചാൻസസ് ഉണ്ട്. ഓൾസോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഭയങ്കര വിഷമമുള്ള ഒരു സമയത്താന്ന് വിചാരിക്കാം. ആ വിഷമമുള്ള ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഗുഡ് ആയിട്ട് വരുമോ ബാഡ് ആയിട്ട് വരുമോ? ആരെങ്കിലും? അത് ബാഡ് ആയിട്ട് തന്നെ വരുള്ളൂ, ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ ബാഡ് ആയിട്ടാണ് വരിക. ഈവൻ ദോ അതിനിപ്പോ ഗുഡ് ആയിട്ട് വന്നു തന്നെ ഇരിക്കട്ടെ, പക്ഷെ നമുക്ക് അതിലൊരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവാനും കുറച്ച് അതാണ് ഭാഗ്യം പോലെ ഇരിക്കുന്ന സമയത്ത് നമ്മള് ഓക്കെ ഈവൻ ദോ ഗുഡ് ആയിട്ട് വന്നു തന്നെ ഇരിക്കട്ടെ, ഓക്കെ, പക്ഷെ നമുക്ക് അതിൽ നല്ലൊരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും. നമ്മൾ അപ്പോഴും നമ്മൾ ചിന്തിക്കും കുറച്ചുകൂടി നല്ലൊരു ഡെസിഷൻ എടുക്കാറുണ്ട്, അങ്ങനെയുള്ളൊരു തോട്ട്സ് വരാൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പൊ ദേഷ്യത്തിൽ എടുത്തതായാലും ഒക്കെ. ഈവൻ നമ്മളിപ്പോ മനസ്സിലാക്കണം, ഇപ്പോ ഞാനിപ്പോ ഒരു ഡെസിഷൻ എടുക്കേണ്ട സ്റ്റേറ്റിലല്ല ഉള്ളത്. ഒരു 5 minutes വെയിറ്റ് ചെയ്യാം, ഒരു 10 minutes വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഡെസിഷൻ എടുക്കാം. അത് നമ്മൾക്ക് അപ്പൊ നമ്മുടെ ഇമോഷൻ അറിയുന്നോണ്ടാണ് ആ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് എടുക്കാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോ എന്തായാലും നമ്മൾ ഇമോഷൻ ഒരു ദിവസത്തിൽ കൂടുതൽ പോവില്ല. അപ്പൊ ഒരു ദിവസത്തിൽ കൂടുതൽ അത് പ്രോസസ് ചെയ്ത് നിൽക്കുകയെങ്കിൽ അത് വേറെ മൂഡായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മുടെ ഇമോഷൻ എപ്പോഴും ഒരു സെക്കൻഡ്സ് ടു മിനിറ്റ്സ് ആണ് പെർസിസ്റ്റ് ചെയ്ത് പോവുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ഇമോഷൻസ് പെർസിസ്റ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇമോഷൻ സ്റ്റേറ്റിലാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കണം ഈ സിറ്റുവേഷനിൽ നല്ലൊരു ഡിസിഷൻ എടുക്കാം എന്നുള്ളത് നമ്മൾ വിചാരിച്ച് നല്ലൊരു ഡിസിഷൻ എടുത്താൽ ദർ ഇസ് എ ചാൻസസ് ടു അത് ഇതാവാന്. ബട്ട് എന്നാലും നമുക്ക് ഒരു 90-95% നമുക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നമുക്ക് സന്തോഷം ഉണ്ടാകും. ഇവൻ അതിന് കോൺസിക്വൻസസ് ഉണ്ടായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ബിക്കോസ് നമുക്കത് ഇമോഷൻ അറിയാം എന്നുള്ളത്. പിന്നെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നല്ല ഇമോഷണൽ വെൽബീയിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ. ഇതിന്റെ കുറച്ച് കോമൺ ചാലഞ്ചസ് എന്തൊക്കെയാണ് ഇമോഷണൽ വെൽബീയിങ്ങിന്റെ?
ഇപ്പൊ നമ്മൾ ഇത്ര അധികം ഇമോഷണൽ വെൽബീങ് നല്ലപോലെ കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ച് ഇപ്പൊ ഈ ക്ലാസ് കേട്ടിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും ഈ നല്ലപോലെ ഇമോഷണൽ വെൽബീങ് നാളെ മുതൽ കൊണ്ടുപോകണം, ഞാൻ പ്രാക്ടീസ് ചെയ്യണം ഇമോഷണൽ വെൽബീങ് നോക്കണേ. അപ്പൊ വരാൻ ചാൻസസ് ഉള്ള കുറച്ച് ചലഞ്ചസ് എന്തൊക്കെ ആയിട്ടാ തോന്നണേ? ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് ഇപ്പോ കോമൺലി എല്ലാരും ചലഞ്ച് ആയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണല്ലോ എക്സാം ടൈം ഫോർ ചിൽഡ്രൻ. ഓക്കെ. ആക്ച്വലി എക്സാം ടൈം ഫോർ ചിൽഡ്രൻ എന്നുള്ളത് നമുക്കൊരു ചാലഞ്ചിങ് ആണ്, ആസ് എ പാരന്റ് ചാലഞ്ചിങ് ആണ്. ട്രോമ റിക്കറിങ്, യെസ് ഓഫ് കോഴ്സ്, ഓഫ് ഫാമിലി സിറ്റുവേഷൻസ്, റിലേഷൻഷിപ്സ്. ഓക്കെ, അപ്പൊ കോമൺ ആയിട്ടുള്ള ചാലഞ്ചസ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ കമ്പാരിസൺ. ആരെങ്കിലും പറയും വിചാരിച്ചു, പക്ഷെ ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഓഫീസ് ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ചലഞ്ചസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ കമ്പാരിസൺ, അല്ലെങ്കിൽ അക്കാദമിക് പ്രഷർ, വർക്ക് സ്ട്രെസ്, ഫാമിലി കോൺഫ്ലിക്ട്സ്, ഇപ്പൊ പുവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതൊക്കെ കോമൺ ചലഞ്ചസ് ആണ്. അപ്പൊ ഇതെല്ലാതും നമ്മള് ഇപ്പോ ചലഞ്ചസ് എല്ലാതും നമ്മൾ എടുത്ത് വിചാരിച്ചു ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോ കുറെ ചാലഞ്ചസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയതാക്കി. ഇപ്പോൾ കോമണായിട്ട് വരുന്ന കമ്പാരിസൺ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ബട്ട് ഇവിടെ ഈ കമ്പാരിസൺ അല്ലെങ്കിൽ സ്ട്രെസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ലോ സെൽഫ് എസ്റ്റീം, അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ടൈമിൽ ഇപ്പോൾ സ്ട്രെസ് ഉള്ള സമയത്താണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പറഞ്ഞല്ലോ, ഇമ്പൾസീവായിട്ട് ആ ഇമോഷൻ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇമോഷണൽ വെൽബീങ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇമ്പൾസീവ് ഡിസിഷൻ മേക്കിംഗ് ഇല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണ് ഇമോഷണൽ വെൽബീയിങ് എന്നുണ്ടെങ്കിൽ. സോ നമ്മൾ ഇമോഷണൽ വെൽബീയിങ് മാറ്റാനുള്ള അല്ലെങ്കിൽ അതിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടെക്നിക്സ് എന്താണെന്ന് വെച്ചാൽ, ഓൾവേസ് പ്രൊട്ടക്റ്റ് യുവർ സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷണൽ വെൽബീയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രോപ്പർ റെസ്റ്റ് ഫോർ യുവർ ബ്രെയിൻ. നമ്മൾ ബ്രെയിനിന് പ്രോപ്പർ റെസ്റ്റ് കിട്ടിയാലാണ് നമ്മൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈവൻ ദോ അമിഗ്ഡാലൊക്കെ അലേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ബോഡീനെ പോലും. അത് ആ ബോഡീനെ അലേർട്ട് ചെയ്താൽ തന്നെ അത് കഴിഞ്ഞ് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ റെസ്റ്റ് വേണം. അപ്പോൾ സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കറക്റ്റ് ആയിട്ടുള്ള അവേഴ്സ്, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അധികം ഡിസ്റ്റർബ്ഡ് അല്ലാത്തൊരു സ്ലീപ്പ് എന്നുള്ളത് മെയിൻ തിങ്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ടോക്ക് അബൌട്ട് ഇമോഷൻസ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ഇമോഷൻസ് അധികം എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരോടെങ്കിലും നമ്മുടെ ഇമോഷനെ കുറിച്ച് സംസാരിക്കുക. നമ്മൾ സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ലൈഫിൽ ഉണ്ടാവും. ഇവൻ ലൈഫിൽ ഇല്ലാന്ന് വിചാരിക്കട്ടെ, ആരോടാണെങ്കിലും ഇപ്പം ഇവൻ നമ്മൾ കണ്ണാടി നോക്കിയിട്ടാണെങ്കിലും നമ്മളെ ഇമോഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം നാളെ തന്നെ നമ്മളെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതല്ല. ത്രൂ പ്രാക്ടീസ്
നമ്മുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് ആരോടെങ്കിലും സംസാരിക്കാനോ എക്സ്പ്രസ് ചെയ്യാനോ ശ്രമിക്കുക. ഇപ്പോൾ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ വൈഫിനോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് നമ്മുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുക. ആളെ ഇമോഷനും കറക്റ്റായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇതാക്കുക. ഇപ്പോൾ ഉമ്മാടും ഉപ്പാടും പറയാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, അങ്ങനെ ഇവൻ തോ നമ്മളോടാണെങ്കിൽ പോലും കണ്ണാടി നോക്കിയിട്ട് ഇന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഒരു ദേഷ്യം ഉണ്ടായി ആ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഇമോഷൻ വെച്ച് ആ ഫീലിങ്സോട് കൂടി സംസാരിക്കാൻ ശ്രമിക്കുക. ഓൾസോ അത് സപ്രസ് ചെയ്യാതിരിക്കുക. ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ് എന്ന് പറയുന്നത് എനിക്ക് അപ്പം ഉണ്ടായത് ദേഷ്യമാണെന്നുള്ളത് ദേഷ്യമായിട്ട് തന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ വിഷമാണെന്നുള്ളത് വിഷമായിട്ട് തന്നെ മനസ്സിലാക്കുക, ഹാപ്പിനെസ് ആണെന്നുള്ളത് ഹാപ്പിനെസ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. മാസ്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. ജേർണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു ടൈം കിട്ടുകയെന്നുവെച്ചെങ്കിൽ ജസ്റ്റ് ഒരു ബുക്കും പെന്നും എടുത്തിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കുക. നമുക്ക് എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അപ്പോൾ ഫീൽ ചെയ്തത്, നമ്മൾ അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, നമ്മൾ അതിനെ അവെയർ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ജേർണൽ ചെയ്യാൻ ഉണ്ടാക്കുക. ജേർണലിങ്ങിന്റെ പ്രോംപ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ 2 ഡേയ്സിനുള്ളിൽ അവൈലബിൾ ആയിരിക്കും കുറച്ച്. അപ്പൊ ജേർണലിങ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പ്രോംപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ടേ എന്നുള്ളത് അതിലുണ്ടാവും. അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ജേർണലിങ്. പിന്നെ ഓൾവേസ് ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ്. അതിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് മാക്സിമം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ ദോ നമ്മുടെ ബോസ് നമ്മളെ ചീത്ത വരണ്ടെങ്കിലും നമ്മൾ ഇതുണ്ടെങ്കിലും ബോസിനെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇതാക്കാൻ നോക്കുക. ഉമ്മാനായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. എല്ലാ റിലേഷൻഷിപ്പിലും ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. എല്ലാ റിലേഷൻഷിപ്പിലും എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് തന്നെയുള്ള റിലേഷൻഷിപ്പിൽ പോലും ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഇത് ലൈക്ക് ഞാനും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ ഇമോഷൻ മനസ്സിലാക്കിയാലോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നെ കുറിച്ചിട്ട്, ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾവേസ് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുക അതല്ല. ഞാനും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാനും ഈ ഒരു പാത്തിൽ കൂടെ കടന്നിട്ട് ഇങ്ങോട്ട് എത്തിയ ഒരാളാണ്. സോ ആ ഒരു ഇത് ഗ്രാറ്റിറ്റ്യൂഡ്, സ്നേഹം എപ്പോഴും സെൽഫായിട്ടുണ്ടാവുക, മറ്റുള്ളവരോടും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇമോഷണൽ വെൽബീയിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. നല്ല ഹെൽത്ത് റിലേഷൻഷിപ്പും നല്ലൊരു കമ്മ്യൂണിക്കേഷനും ബിൽഡ് ചെയ്യാം. പിന്നെ ഇൻ കേസ് ഇനിയിപ്പോൾ നമുക്ക് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവണില്ല, ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ട്, സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളൊരു ഇതിനിടെ കാണുന്ന ഒരു മിത്താണ്, ഇപ്പോൾ പ്രൊഫഷണൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഒറ്റക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, സ്ട്രെസ്, ഞാൻ ഭയങ്കര ഇതില്ലാത്ത ആള്, സ്ട്രെങ്ത് ഇല്ലാത്ത ആളാന്ന് വിചാരിച്ചു പോകും, എനിക്ക് ഇന്നെ തന്നെ നോക്കാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു പോകും. അങ്ങനെയല്ല, ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രൊഫഷണൽസ് നമ്മളെ ചുറ്റും അവൈലബിൾ ആണ്. സോ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. അതൊന്ന്. അപ്പൊ നമുക്ക് കുറച്ച് എന്താ പറയുക, ഇമോഷണൽ വെൽബീയിങ് ആയിട്ടുള്ള ആൾക്കാരത്ത് ഉണ്ടാവുന്ന കുറച്ച് സയൻസ് ഒന്ന് നോക്കാം. സെൽഫ് അവെയർ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടാവും. റിയാക്ട് ചെയ്യുന്നതിന് പകരം ഞാനിപ്പോൾ സ്ട്രെസ്ഡ് ആണ്, ഇപ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും, ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആണ്, ഗിവ് മീ 5 minutes or 6 minutes. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹലോ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിരുന്നോ? ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവാം, ഞാൻ ഇപ്പൊ ഇന്നൊരു ഇതിൽ കൂടെയാണ് കടന്നു പോണത്. അപ്പൊ അത് തന്നെ നമുക്ക് ഓപ്പോസിറ്റുള്ള ആളോട് നല്ലപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓൾസോ പോസിറ്റീവ് സെൽഫ് എസ്റ്റീം. ഇപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച പോയിന്റിൽ പറഞ്ഞ സെൽഫ് എസ്റ്റീമിന്റെ കുറവുണ്ടെങ്കിൽ എന്നുള്ളത്, നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും ആദ്യം നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. നമ്മള് അതിനെല്ലാത്തിനും മറ്റുള്ളവരെ ഇപ്പൊ നമുക്ക് ഒരു വീക്ക്നെസ് ഉണ്ട് വിചാരിച്ചാൽ അതിന് കാരണം ഇതാണ് എന്നുള്ള കുറച്ച് പുറത്തുനിന്നുള്ള കുറച്ച് കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതുകൊണ്ടാണ്
വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എല്ലാ ആൾക്കാർക്കും ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. എനിക്ക് ഇന്ന വീക്ക്നെസ്സുകളുണ്ട്, എനിക്ക് ഇന്ന സ്ട്രെങ്ത്തുകളുണ്ട്, എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ബാക്കി സിറ്റുവേഷനിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അക്സെപ്റ്റ് ദാറ്റ്. അപ്പോഴാണ് നമുക്ക് സെൽഫ് എസ്റ്റീം കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഓൾസോ ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക റിലേഷൻഷിപ്പ് ഇതാക്കുന്ന ആൾക്കാരോട്. നമ്മൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ആളും കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, നമ്മുടെ ലൈഫിന്റെ പർപ്പസ്, ഗോൾസ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സന്തോഷം മറ്റൊരാള് വേണം നമുക്ക് കൊണ്ടു തരാനെന്ന് ആലോചിച്ചിട്ട് ഡിപ്പെൻഡബിൾ ആയിട്ട് ഇരുന്നെങ്കിൽ നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ട് ഇരിക്കാൻ ഇതുണ്ടാവും. നമ്മളൊരു പർപ്പസ് കണ്ടുപിടിക്കുക, നമ്മളൊരു ഡയറക്ഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വർക്കിന് പോകാനുള്ള പുതിയതായിട്ട് ലേൺ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഗോള് നമ്മൾ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലൈഫിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ആണെങ്കിലും മാക്സിമം അതിനെ ഫ്ലറിഷ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ചെറിയൊരു മൊമെന്റ് ആയിട്ടുള്ള ചെറിയൊരു മുട്ടായി തന്നാൽ പോലും തിരിച്ച് ഓപ്പോസിറ്റുള്ള ആളോട് താങ്ക് യു പറയാനും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനും, പിന്നെ ഈ മുട്ടായി നിൽക്കാണ് കിട്ടിയത് എന്നുള്ള ആ ഒരു ഫ്ലറിഷ്മെന്റ് നമ്മളെ ലൈഫിൽ ഉണ്ടാവുക. പിന്നെ ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസ് ഇതാക്കാം. നമുക്ക് കുറെ കോപ്പിംഗ് മെക്കാനിസം, അതൊരു കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആവും. സോ ഞാൻ അധികം ഇതാക്കുന്നില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം, ജേർണലിങ് ചെയ്യാം, നല്ല ആൾക്കാരോട് സംസാരിക്കാം, പിന്നെ മാക്സിമം നമ്മുടെ കുറച്ച് ടൈം നമുക്ക് ചുറ്റുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യാനെടുക്കാം. അങ്ങനെയുള്ള ഇതാക്കാം. നമ്മുടെ ടൈം ഏകദേശം എക്സീഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ലാസ്റ്റത്തെ ഒരു ആക്ടിവിറ്റി പോലെ ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഇമോഷണൽ വെൽബീയിങ്ങിനെ കുറിച്ച് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നത്. ലാസ്റ്റത്തെ ഈ ഒരു ആക്ടിവിറ്റി കൂടി ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും ഒന്ന് കണ്ണടക്കുക. ആരെങ്കിലും കുറച്ച് ആൾക്കാർ ഇതാക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു ലിസ്റ്റിന ഫോർ ക്യാമറ ഓൺ ആക്കിയതിന്. ഓക്കെ, എല്ലാരും ഒന്ന് കണ്ണടച്ചേ കുറച്ചു നേരം. കണ്ണടച്ചിട്ട് ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക എല്ലാരും. ഇതുവരെ പറഞ്ഞതൊന്നും ആലോചിക്കണ്ട, ജസ്റ്റ് ഒരു ഡീപ് ബ്രെത്ത് എടുത്തിട്ട് വയറൊക്കെ നല്ല വീർപ്പിച്ചിട്ടുള്ള ഒരു ഡീപ് ബ്രെത്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഡീപ് ബ്രെത്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഒരു വീക്കില് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഇമോഷൻ എന്താന്നുള്ളത് ആലോചിക്കാം. ഈ ഒരു വീക്കില് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഇമോഷൻ എന്തായിരുന്നു? ഓക്കെ, അപ്പോ ആ ഒരു ഇമോഷൻ നമ്മൾ ആ സമയത്ത് കറക്റ്റായിട്ട് അതിനെ അവെയർ ആയിരുന്നു, അതാണ് അപ്പോഴത്തെ എൻ്റെ ഇമോഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ സിറ്റുവേഷനിലും? ജസ്റ്റ് യെസ് ഓർ നോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? കണ്ണാരും തുറക്കരുത് കേട്ടോ. എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ റെസ്പോണ്ട് ചെയ്തത്? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ
കുറച്ചും കൂടി നല്ല രീതിക്ക് ആ സിറ്റുവേഷൻസ് റെസ്പോണ്ട് ചെയ്യാമായിരുന്നോ, അല്ലെങ്കിൽ ഓക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്തത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് ഫീൽ ചെയ്യുന്നു? ഞാൻ ആ ഇമോഷൻ കറക്റ്റ് ആയിട്ട് അവെയർ ആവുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി വേയില് എനിക്കത് റെസ്പോണ്ട് ചെയ്യായിരുന്നു എന്നുള്ളത് തോന്നുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഓക്കെ, ഇനി ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് ഞാൻ ഒരു ഹെൽത്തി വേയിലായിരിക്കും അതിന് റെസ്പോണ്ട് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പോണത് എന്നുള്ളത് യെസ് ഓർ നോ? നിങ്ങളോട് തന്നെ പറയുന്നത്, ഞാൻ ആരോടും ചോദിക്കുന്നില്ല, നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. ഞാൻ ആരും ചിന്തിക്കണമെന്ന് കേൾക്കണോ കാണണോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ എല്ലാവർക്കും കണ്ണു തുറക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും ഡിസിഷൻ എടുത്തു എന്ന് വിചാരിക്കണേ. ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പോ എല്ലാ ഇമോഷൻസും അവെയറായി എല്ലാതും ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് നടത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഒന്നും ഇന്നോ നാളെയോ ആയിട്ട് നടക്കില്ല. പ്രാക്ടീസിൽ കൂടിയും പിന്നെ നമ്മൾ കുറച്ച് ടൈം കൊടുത്ത് ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് എല്ലാം വന്നിട്ടുള്ളതാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ലൈഫ് ഒരു കടലിനോട് നമ്മൾ ഇതാക്കുന്നുണ്ടെങ്കിൽ, കണക്ട് ചെയ്യാനെന്നുണ്ടെങ്കിൽ കടലിൽ തിരല്ലാത്തൊരു സമയമല്ലല്ലോ, അതുപോലെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. വി കാൺ സ്റ്റോപ്പ് വേവ്സ്. നമുക്ക് വേവ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ബട്ട് അതിൻ്റെ മേലെ കൂടെ സർഫ് ചെയ്ത് പോവാനോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ പോവാനോ ഒക്കെ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നമ്മൾ സർഫ് ചെയ്ത് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒറ്റക്ക് നമ്മൾ എഫേർട്ട് ഇട്ട് സർഫ് ചെയ്ത് പോകണം. ഇപ്പൊ ഒരു ബോട്ടിൽ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടോ അങ്ങനെ ആയിട്ട് പോവാം. അപ്പൊ ഈച്ച് ആൻഡ് എവറി ഇമോഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നതും കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്ത് അവെയർ ആയിട്ട് പോവാം. അത് ഇമോഷൻസ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അങ്ങനെ ഒരു ദിവസം പോലെ നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ അതെന്തോ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്നാണ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾവേസ് ട്രൈ ടു അവെയർ ഓഫ് യുവർ ഇമോഷൻസ് ആൻഡ് ഹെൽത്തി വേല അത് റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം. പിന്നെ എല്ലാവരും ഈ ഒരു ചെറിയ സമയത്തിൽ എല്ലാവരും ടൈം കണ്ടെത്തി വന്നതിന് ഞാൻ ഭയങ്കര താങ്ക്സ് ആണ്. എല്ലാവർക്കും താങ്ക്ഫുൾ ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Thank you, Fida. Thank you for giving such a wonderful session. Okay. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഫിദയുടെ അടുത്ത് ചോദിക്കാനായിട്ട്? നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. പിന്നെ ഇവിടെ ഒരു മെസ്സേജ് കണ്ടിരുന്നു, ഹൗ ടു ചേഞ്ച് ചിൽഡ്രൻ ഫ്രം ഫോൺ അഡിക്ഷൻ. നെക്സ്റ്റ് ഒരു വെബിനാർ നമ്മളത് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും. ഓക്കെ, ഫോൺ അഡിക്ഷനെ കുറിച്ച് നമ്മളൊരു വെബിനാർ അടുത്ത് തന്നെ ചെയ്യും. അപ്പോൾ ശ്രീലേഖ, നമുക്ക് ആ ഒരു സെഷൻ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ആർക്കെന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ഫിദയുടെ സെഷൻ? എല്ലാവർക്കും ഇമോഷണൽ വെൽബീയിങ്ങിനെ കുറിച്ച് മനസ്സിലായോ? നല്ല ക്ലാസ്, നല്ല വണ്ടർഫുൾ ആയിരുന്നു. അത്ര യങ് ഏജിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. യെസ്, ഇറ്റ് വാസ് വണ്ടർഫുൾ സെഷൻ. നന്നായിരുന്നു ഫിദ, ആ ഒരു പ്രസന്റേഷൻ എല്ലാം നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? നമ്മൾക്ക് എന്നാൽ വൈൻഡ് അപ്പ് ചെയ്യാം വെബിനാർ. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. നമ്മൾക്ക് ഇനിയും ഇതേപോലെ ഫ്രീ വെബിനാർസ് ആയിട്ട് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിട്ട് ഇനിയും നമുക്ക് കാണാം. ടേക്ക് കെയർ. മുഹമ്മദ്, എന്തെങ്കിലും പറയാനുണ്ടോ? മുഹമ്മദ് ഹാൻഡ് റൈസ് ചെയ്തല്ലോ. മുഹമ്മദ്, ഗോ അഹെഡ്. അറിയാതെ ചെയ്തതാണോ?
ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് അഗൈൻ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.